ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെജ് മീൽസ് ആണ് തയ്യാറാക്കുന്നത്. വെണ്ട മുളകിട്ടത് സാമ്പാർ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഉള്ളിച്ചമ്മന്തി, അച്ചാർ, ഇതൊക്കെയാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ ഞാൻ വെണ്ടക്ക മുളകിടാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 10-15 വെണ്ടക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഈ വെണ്ടക്കനെ ഒന്ന് വാട്ടിയെടുക്കണം. കാരണം ഇങ്ങനൊരു വാട്ടുന്ന സമയത്ത് വെണ്ടക്കൻ്റെ ഒരു പശപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോയി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും മുളകിടുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ വെണ്ടക്ക ഇതേപോലെ ഒന്ന് ആ ഒരു പശുണ്ടല്ലോ അതൊക്കെ ഏകദേശം മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. അതേ ചട്ടിയിൽ തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉലുവ ഇട്ടപ്പാട് തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് നിങ്ങൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതേപോലെ ചട്ടിയിൽ തയ്യാറാക്കി എടുക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ചെറിയ ഉള്ളിൻ്റെ കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളി ഇതാ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നൊന്ന് വാട്ടിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. അങ്ങനെ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പുളിവെള്ളം, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പോളം നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളെ മുളകും ഒക്കെ നല്ലതുപോലെ തിളച്ചങ്ങട് വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ വെണ്ടക്ക ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടക്ക നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വാട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് സമയം വെണ്ടക്ക ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു വെണ്ടക്ക എന്ത് ചെയ്യും, വെന്ത് കിട്ടും. ഇതാ വെണ്ടക്ക വെന്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വെണ്ടക്ക മുളകിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല, ചപ്പാത്തിയോ പൂരി പൊറോട്ട എല്ലാത്തിൻ്റെ പേരും നല്ല അടിപൊളി കോമ്പിനേഷനുള്ള ഒരു വെണ്ടക്ക മുളകിട്ടതാണിത്. അങ്ങനെ നമ്മുടെ വെണ്ട മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഉള്ളിച്ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 12 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് എന്ത് ചെയ്യാം, ഒന്ന് നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കാം. അധികം അങ്ങോട്ട് വറന്ന് കരിഞ്ഞു പോകരുത്. അധികം അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു ചമ്മന്തിന്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിക്കിട്ടും.
അതിൽ തന്നെ ഒരു 12 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതും എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും അതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതിനെ കൊണ്ട് ചമ്മന്തി പൊടിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ മിക്സിയുടെ ഒരു കുഞ്ഞി ജാറുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച നമ്മൾ മുളകും ചെറിയുള്ളിയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, ഒരു 3 കറിവേപ്പില. അധികം കറിവേപ്പില ആവണ്ട കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യുക, ക്രഷ് ചെയ്തിട്ട് വരാം. അധികം അങ്ങോട്ട് അരിഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുള്ള മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. നേരത്തെ വാട്ടി വെച്ച വെളിച്ചെണ്ണയില്ലേ, പച്ചമുളകും ഉള്ളിയൊക്കെ വാട്ടിയ വെളിച്ചെണ്ണ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തതിന് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.